രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത് പൂർണ്ണ കുംഭം നൽകി തന്ത്രി സ്വീകരിച്ചു. അയ്യപ്പ ദർശനം നടത്തിക്കഴിഞ്ഞു. രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിലും ശബരിമലയിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുലാമാസ പൂജ പൂർത്തിയാക്കി ഇന്ന് നടയടയ്ക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ ദേവ്, പമ്പയിലെത്തിയ രാഷ്ട്രപതി അവിടുന്ന് കെട്ടുനിറച്ച് ആണ് സന്നിധാനത്തേക്ക് എത്തിയത്. അവിടെ മറ്റു ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടോ? ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി മടങ്ങിയിട്ടുണ്ടോ? രാജേഷ്, ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം മാളികപ്പുറത്തും ദർശനം നടത്തി മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആചാരപരമായി തന്നെയാണ് ഈ ദർശനം നടത്തുന്നത്. രാവിലെ 11:50 രാഷ്ട്രപതി ഈ സന്നിധാനത്തേക്ക് എത്തിയത്. 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി അടക്കം ചേർന്ന് പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് സന്നിധാനത്ത് സോപാനത്ത് നിന്ന് അയ്യപ്പനെ കൺകുളിർക്കെ കണ്ട ശേഷം തിരികെ മാളികപ്പുറത്തും അതുപോലെ ഉപദേവത പ്രതിഷ്ഠകളും തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 11 മണിയോടെയാണ് പ്രത്യേക വാഹനത്തിൽ പമ്പയിൽ നിന്നും രാഷ്ട്രപതി സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് തിരിച്ചത്. പമ്പയിൽ ആചാരപരമായി തന്നെ കെട്ടുനിറച്ചാണ് മല കയറിയത്. രാവിലെ പമ്പയിലെത്തിയ പ്രത്യേക വാഹന വ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാ നദിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഇറങ്ങി ദേഹശുദ്ധി വരുത്തി കാൽ കഴുകിയ ശേഷമാണ് ഗണപതി ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് അവിടെ ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ടുനിറച്ച് നൽകി. രാഷ്ട്രപതിക്കൊപ്പം മറ്റ് 3-4 പേര് കൂടി കെട്ടുനിറയ്ക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രപതിക്ക് പുറമെ ADC സൗരഭ് S. നായർ, അതുപോലെ PSO വിനയ് മാത്തൂർ, രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്ര എന്നിവരാണ് പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചത്. പമ്പ മേൽശാന്തിയും അവിടുത്തെ കീഴ്ശാന്തിമാരും ഉൾപ്പെടെയാണ് ഈ കെട്ടുനിറ ചടങ്ങ് നടത്തിയത്. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഫോഴ്സിന്റെ ഗൂർഖ വാഹനത്തിലാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് തിരിച്ചത്. വലിയ രീതിയിലുള്ള സുരക്ഷയായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വാഹനത്തിൽ ഒരാൾ സന്നിധാനത്ത് ദർശനത്തിന് എത്തുന്നത്. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച ശേഷം ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ 18-ാം പടി ചവിട്ടിയാണ് സന്നിധാനത്തേക്ക് കയറിയത്. സാധാരണ മാളികപ്പുറങ്ങൾ ചെയ്യുന്നത് പോലെ കറുപ്പുടുത്ത് വ്രതനിഷ്ഠയോടെ ഭക്തിയോടെയാണ് ഭക്തി നിർഭരമായാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത്. സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ അവിടെ സ്വീകരിച്ചിരുന്നു. രാഷ്ട്രപതി അവിടെ ഏറെ നേരം സന്നിധാനത്ത് സോപാനത്ത് നിന്ന് അയ്യപ്പനെ തൊഴുത ശേഷമാണ് മാളികപ്പുറത്തേക്ക് എത്തിയ അവിടെയും പ്രസാദം വാങ്ങി തിരികെ മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാണ് ഇനിയും തിരിച്ച് സോപാനത്തെത്തി അവിടെ ഉച്ചപൂജ കണ്ടു തൊഴുത ശേഷമായിരിക്കും ഇനി രാഷ്ട്രപതിയുടെ വിശ്രമം ഉണ്ടാവുക. ഉച്ചഭക്ഷണമടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ദേവസ്വം കോംപ്ലക്സിലെ പ്രത്യേക തയ്യാറാക്കിയ മുറിയിലാണ് ഈ രാഷ്ട്രപതി ഇനി വിശ്രമിക്കുക. അല്പസമയത്തിനകം ദർശനം പൂർത്തിയാക്കി ഈ മുറിയിലേക്ക് മടങ്ങും. അവിടെ 3 മണി വരെ സന്നിധാനത്ത് ഈ കോംപ്ലക്സിലെ പ്രത്യേക മുറിയിൽ രാഷ്ട്രപതി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സന്നിധാനത്ത് നിന്നും ഇറങ്ങുക. സന്നിധാനത്ത് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ള സുരക്ഷയുടെ ഭാഗമായി ഭക്തർക്ക് ഇന്ന് വൈകുന്നേരം രാഷ്ട്രപതി തിരികെ ഇറങ്ങിയതിനു ശേഷമായിരിക്കും ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. ഇപ്പോൾ നിലയ്ക്കൽ വരെ മാത്രമാണ് ഭക്തരെ കടത്തിവിടുന്നത്. അതിന് ഇപ്പുറത്തേക്ക് രാഷ്ട്രപതി പോയ ശേഷം മാത്രമായിരിക്കും ഈ രാഷ്ട്രപതിയുടെ ദർശനം പൂർത്തിയാക്കി തിരികെ പമ്പയിൽ നിന്നും അതുപോലെ നിലയ്ക്കൽ നിന്നും മാറിയ ശേഷം മാത്രമായിരിക്കും ഭക്തജനങ്ങളെ അടക്കം ഇനി കയറ്റിവിടുക. ഏതായാലും ഇപ്പോൾ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലാണ് ഈ രാഷ്ട്രപതി ആദ്യമായിട്ടാണ്, രണ്ടാമതാണ് രാഷ്ട്രപതി ഇവിടേക്ക് എത്തുന്നതെങ്കിലും വലിയ രീതിയിലുള്ള ഇപ്പോൾ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ രാഷ്ട്രപതി 2 മാസം മുൻപ് തന്നെ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അന്ന് വിവിധ മറ്റു കാരണങ്ങളാൽ അത് നടന്നിരുന്നില്ല. തുടർന്നാണ് ഇന്നത്തെ ദിവസത്തേക്ക് ഈ ദർശനം മാറ്റിയത്. രാവിലെ 8:40 അതായത് 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞെങ്കിലും അതിനു മുൻപ് തന്നെ 8:40 തന്നെയാണ്
രാഷ്ട്രപതി പ്രമാണത്ത് എത്തിയിരുന്നു. നേരത്തെ നിലയ്ക്കലായിരുന്നു രാഷ്ട്രപതി ഹെലികോപ്റ്റർ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ നിലയ്ക്കലിലെ പ്രത്യേക ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം, ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതുപോലെ പ്രത്യേക കാലാവസ്ഥ മാറ്റം പരിഗണിച്ചാണ് ഈ നിലയ്ക്കലിൽ നിന്നും പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിലാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയത്. ഈ അവിടെ നിന്നുമാണ് റോഡ് മാർഗം പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചത്. രാവിലെ പ്രമാണം സ്റ്റേഡിയത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അടക്കം ആണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. സ്ഥലം എം പി കൂടിയായ ആന്റോ ആന്റണി, അതുപോലെ കോന്നി MLA KU ജനേഷ് കുമാർ, അതുപോലെ ശബരിമല നിൽക്കുന്ന റാന്നി മണ്ഡലത്തിലെ MLA പ്രമോദ് നാരായൺ, അതുപോലെ കളക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് തുടങ്ങി ആൾക്കാരും ഈ സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇവർ ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. അതിനുശേഷമാണ് രാഷ്ട്രപതി അവിടെ നിന്നും റോഡ് മാർഗം പമ്പയിലേക്ക് എത്തിയത്. പമ്പയിലെത്തി അവിടെ വാട്ടർ അതോറിറ്റിയുടെ അടക്കം പ്രത്യേകം തയ്യാറാക്കിയ പമ്പാ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിന് അടുത്താണ് രാഷ്ട്രപതി കാൽ കഴുകി ദേഹശുദ്ധി വരുത്തിയത്. അതിനുശേഷമാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അവിടെ നിന്നും ആണ് ഈ കെട്ടുനിറ അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. രാഷ്ട്രപതിക്കൊപ്പം മരുമോൻ അടക്കം 2 ആളുകൾ ഈ സന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ രാഷ്ട്രപതിയുടെ ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി അയ്യപ്പനെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷ്. യെസ്, കണ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ദർശനം പൂർത്തിയാക്കി ഗസ്റ്റ് ഹൗസിലേക്ക് രാഷ്ട്രപതി മടങ്ങിക്കഴിഞ്ഞു എന്നാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ വിശ്രമത്തിന് ശേഷം വൈകിട്ടോടുകൂടി മാത്രമേ മലയിറങ്ങുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർശന സുരക്ഷയായിരിക്കും. എത്തിയിട്ടുള്ള ശബരിമലയിൽ ദർശനത്തിന് ഇന്ന് വിലക്കുണ്ട് എന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. എങ്കിൽ പോലും ഭക്തർ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ എവിടെയാണ് തടഞ്ഞിരിക്കുന്നത്? അതിനുശേഷം എപ്പോഴായിരിക്കും ഭക്തർക്ക് ശബരിമലയിലേക്ക് എത്താനുള്ള സാധ്യത? എന്തായാലും നട ഇന്ന് അടയ്ക്കുകയാണല്ലോ. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിൽ ദർശനത്തിന് വിലക്കുണ്ട് എന്ന തരത്തിൽ നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. അത് പ്രകാരം വിർച്വൽ ക്യൂ അടക്കം ഇന്ന് ഉണ്ടായിരുന്നില്ല. അതനുസരിച്ചാണ് ഭക്തരെ നിയന്ത്രിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരക്കൊന്നും ഇന്ന് ഉണ്ടാവില്ല. കാരണം ഇന്ന് വന്നിട്ടുള്ള ഭക്തർ ഇന്ന് നട അടയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ദർശനം നടത്താൻ എത്തുന്നവർ ഈ തുലാമാസ പൂജ പൂർത്തിയാക്കി ഇന്ന് നട അടയ്ക്കുകയാണ്. അതിന് തുലാമാസ പൂജ കണ്ടുതൊഴാൻ എത്തുന്ന ഭക്തർക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷമായിരിക്കും ഈ ദർശനം ഉണ്ടാവുക. ഇവരെ ഇപ്പോൾ നിലയ്ക്കൽ ഭാഗത്ത് ആണ് ഇവരെ തടഞ്ഞിട്ടുള്ളത്. അവിടുന്ന് അതിനിപ്പുറത്തേക്ക് ഈ ഭക്തർക്ക് വന്ന തീർത്ഥാടകർക്ക് പ്രവേശനമില്ല. രാഷ്ട്രപതി പോയതിനു ശേഷം ഈ ശബരിമല ദർശനം പൂർത്തിയാക്കി പമ്പയിലും ഇറങ്ങി അവിടെ നിന്നും നിലയ്ക്കലും കടന്ന് പോയതിനു ശേഷം മാത്രമായിരിക്കും ശബരിമലയിലേക്ക് പ്രവേശനം ഉണ്ടാവുക. വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് സന്നിധാനത്ത് തന്നെ 1500ഓളം പോലീസുകാരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം 50 വയസ്സ് കഴിഞ്ഞ വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ഈ സുരക്ഷാ ചുമതലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ ദർശനം പൂർത്തിയാക്കി ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമവും കഴിഞ്ഞ 3 മണിയോടെ ആയിരിക്കും രാഷ്ട്രപതി അവിടെ നിന്നും തിരിക്കുക. ഇന്ന് മഴ കനക്കുകയാണ്. അത്തരത്തിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിലയ്ക്കൽ ഒഴിവാക്കി ഈ പ്രമാണത്തു നിന്ന് തന്നെ തിരിച്ചു പോകാനാണ് സാധ്യത കൂടുതൽ. ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ആകുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നിലയ്ക്കലിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരികെ പോകാനുള്ള സാധ്യതയൊന്നുമില്ല. വളരെ വലിയ രീതിയിലുള്ള മഞ്ഞും അതുപോലെ മഴയും അടക്കം പെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ ആയിരിക്കും. നേരത്തെ നിലയ്ക്കൽ ഹെലിപ്പാഡിൽ രാഷ്ട്രപതി വന്നിറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് രാവിലെ പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ക്രമീകരണങ്ങളൊക്കെ മാറ്റിയിരുന്നു. അതനുസരിച്ച് തിരികെ പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പമ്പ മുതൽ പത്തനംതിട്ട പ്രമാടം വരെയുള്ള റോഡിലും ആ സമയത്തും സുരക്ഷ വർദ്ധിപ്പിക്കും. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ദർശനം നടത്തി പുറത്തിറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ഈ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഗസ്റ്റ് ഹൗസിലേക്ക് രാഷ്ട്രപതി പോകും. അവിടെ വിശ്രമിച്ചതിന് ശേഷമായിരിക്കും രാഷ്ട്രപതി തിരികെ സന്നിധാനത്ത് നിന്നും ഇറങ്ങുക. രാജേഷ്. കണ്ണൻ, മറ്റൊരു പ്രധാന വിഷയം
സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും പത്തനംതിട്ട പ്രമാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിൻ്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. രാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷമായിരുന്നു ടയറുകൾ താഴ്ന്നത്. പോലീസും ഫയർഫോഴ്സും ഒക്കെ തള്ളി മുന്നോട്ട് നീക്കിയാണ് അത് പരിഹരിച്ചത്. അതൊരു ആക്ഷേപത്തെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലയ്ക്കലിലായിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള അനുമതി ആദ്യം ഉണ്ടായിരുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് പ്രമാണത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്? കോൺക്രീറ്റ് ഇന്ന് രാവിലെയാണ് കോൺക്രീറ്റ് ഇട്ട് ആ പണി തന്നെ പൂർത്തിയായത്. ഈ മഴ സമയത്ത് ഇത്രയ്ക്കൊരു ബോധമില്ലായിരുന്നോ എന്നൊരു ചോദ്യം വരും. അതെ, തീർച്ചയായും ഇതൊരു സുരക്ഷാ വീഴ്ച അല്ല എന്ന് DGP അടക്കം പറയുമ്പോഴും ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇത് നിലയ്ക്കൽ ഇത്തരത്തിൽ മഴ പെയ്യുകയോ അല്ലെങ്കിൽ മഞ്ഞിന്റെ വലിയ രീതിയിൽ കോടമഞ്ഞുണ്ടാവുകയോ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രപതിയെ പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സന്നിധാനത്തേക്ക് ഇവിടേക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് അടക്കം എത്തുമ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കേണ്ടതായിരുന്നു. എന്നാൽ സുരക്ഷാ വീഴ്ച അല്ല എന്ന് പറയുമ്പോഴും നിലയ്ക്കൽ നിന്നും പെട്ടെന്ന് ഇന്നലെ രാത്രിയോടെയാണ് ഈ തീരുമാനം. നിലയ്ക്കലല്ല രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് എന്ന തരത്തിൽ ഇന്നലെ രാത്രിയിലാണ് തീരുമാനമുണ്ടായത്. അപ്പോൾ തന്നെയാണ് ഈ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ നേരത്തെ പ്രധാനമന്ത്രി അടക്കം വന്നിറങ്ങിയ സ്റ്റേഡിയമാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം പ്രമാടത്തേത്. അവിടെ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഇന്നലെ അല്ലായിരുന്നു, ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു രണ്ടാമതൊരു ഓപ്ഷനായി ഈ പ്രമാടത്തെ ഈ സ്റ്റേഡിയം ഒരുക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടെയാണ് ഈ തീരുമാനമെടുത്തത്. ഇന്ന് രാവിലെയോടെയാണ് ഈ കോൺക്രീറ്റ് പണികൾ ഉൾപ്പെടെ പൂർത്തിയായത്. നമുക്കറിയാം, കോൺക്രീറ്റ് പണിതാൽ തന്നെ അത് ഉറച്ചിരിക്കണമെന്നില്ല. ഈ സമയത്താണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയതിനു ശേഷം ഇത് ഈ കോൺക്രീറ്റിൽ അല്പം താഴ്ന്നു പോകുന്ന ഒരു അവസരം ഉണ്ടായത്. രാഷ്ട്രപതി ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി വാഹനത്തിൽ കയറി പോയതിനു ശേഷം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ഹെലികോപ്റ്റർ തള്ളി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. തീർത്തും ഒരു സുരക്ഷാ വീഴ്ച എന്ന് DGP അടക്കം പറയുന്നില്ല എങ്കിലും ഇതൊരു സുരക്ഷാ വീഴ്ചയായി തന്നെ കണക്കാക്കിയതാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉള്ള വിവരങ്ങളൊക്കെ ഇവിടെയുള്ള ജില്ലാ കളക്ടർ അടക്കം ആൾക്കാർക്ക് അറിയേണ്ടതാണ്. ഇത്തരത്തിൽ നിലയ്ക്കൽ പൂർണ്ണമായും ഇതേപോലെ പരിഗണിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്ന് കളക്ടർക്ക് അടക്കം അറിയാവുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായി ഇവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സ്ഥലമൊന്നുമല്ല നിലയ്ക്കൽ. ഇതേപോലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ നിലയ്ക്കലിലേക്ക് ഹെലികോപ്റ്റർ വന്നിറങ്ങുക. ഇത്തരത്തിൽ സന്നിധാനത്ത് അടക്കം വലിയ ഒരു വനമേഖലയാണ്. ആ മേഖലയിൽ മിക്കവാറും മറ്റ് പത്തനംതിട്ട നഗരത്തിലടക്കം മഴ പെയ്യാത്തപ്പോഴും ഈ നിലയ്ക്കൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്, വനമേഖലയാണ്. അതുപോലെ വലിയ രീതിയിൽ മഞ്ഞുണ്ടാകുന്ന സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പ്രമാടത്ത് നേരത്തെ തന്നെ സ്റ്റേഡിയം ഒരുക്കാവുന്നതായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായില്ല. ഇത്തരത്തിൽ ഈ ഹെലികോപ്റ്റർ താഴ്ന്നു പോകുന്ന ഒരു നിലയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും രാഷ്ട്രപതി ഇറങ്ങുന്ന സമയത്തൊന്നും അത് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ തെള്ളി മാറ്റുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയത്. രാജേഷ്, കണ്ണൻദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൻദേവന് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് രാഷ്ട്രപതി പോയിട്ടുണ്ടോ? ഇനിയൊരു ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു വിശ്രമമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് ശേഷമാണ് മലയിറങ്ങുന്നത്. അതെ, തീർച്ചയായും ഇപ്പോൾ ദർശനം കഴിഞ്ഞ് രാഷ്ട്രപതി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയെന്നാണ് നമുക്ക് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ആയിരിക്കും, ഒരു വിശ്രമവും കഴിഞ്ഞതിന് ശേഷമായിരിക്കും മലയിറങ്ങുക. തിരിച്ചും ഇതുപോലെ തന്നെ ഗൂർഖ വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് തിരികെ ഇറങ്ങാനുള്ള ഒരു അവസരം തിരികെ ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷാ ജീവനക്കാരടക്കം ഇന്ന് 18ാം പടി ചവിട്ടി മുകളിൽ സന്നിധാനത്ത് സോപാനത്ത് എത്തിയിരുന്നു. അവിടെ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ പിൻകോഡുള്ള 2 പേരാണ്, സ്വന്തമായി പിൻകോഡുള്ള 2 പേരാണ് രാഷ്ട്രപതിയും അതുപോലെ ശബരിമല അയ്യപ്പനും. ആ ശബരിമല അയ്യപ്പനെ കാണാനാണ് ഇന്ന് രാഷ്ട്രപതി ഇവിടേക്ക് എത്തിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാന വ്യക്തികളിൽ ഒരാളാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ സന്ദർശനം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്, വലിയ രീതിയിൽ ആളുകൾ ഉറ്റുനോക്കുന്നതാണ്. വളരെ ആകാംക്ഷയോടെയാണ് ഈ സന്ദർശനം എങ്ങനെയായിരിക്കും, രാഷ്ട്രപതി തിരിച്ച് ഇറങ്ങുന്നത് വരെ എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. എന്തായാലും ഇപ്പോൾ ദർശനത്തിന് ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗസ്റ്റ് ഹൗസിലെ ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷം ചെറിയ വിശ്രമം കഴിഞ്ഞ് 3 മണിയോടെ ആയിരിക്കും ഇങ്ങനെ തിരികെ ഇറങ്ങുക. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ
സ്വാമി അയ്യപ്പൻ റോഡിലടക്കം ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം ട്രാക്ടർ മാത്രം പോകുന്ന വഴിയാണ്. ഗൂർഖ വാഹനങ്ങൾ ആംബുലൻസായൊക്കെയാണ് ഈ റോഡിൽ ഉപയോഗിക്കുന്നത്. വലിയ രീതിയിൽ ഒരു ഡ്രൈവിങ്ങിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതായത് വലിയ പാടുള്ള സ്ഥലമാണ്. അത്തരത്തിൽ വളരെ 2-3 ദിവസമായി ഈ സ്ഥലത്ത് ട്രയൽ റൺ അടക്കം നടത്തിയിരുന്നു. അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ സുരക്ഷയൊക്കെ പാലിച്ചാണ് ഇന്ന് രാഷ്ട്രപതി ഇവിടേക്ക് ഈ ഗൂർഖ വാഹനത്തിൽ പ്രത്യേകം എത്തിയിരിക്കുന്നത്. 6 വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. രാഷ്ട്രപതിക്കും അതുപോലെ അംഗരക്ഷകർക്കും അടക്കം അവിടേക്ക് എത്താനുള്ളതാണ്. ആ വാഹനത്തിലാണ് ഇന്ന് രാഷ്ട്രപതി അവിടേക്ക് എത്തിയത്. തിരികെ 3 മണിക്ക് തിരികെ ഇറങ്ങുമ്പോഴും ഈ വഴിയിൽ കൂടി ഈ വാഹനത്തിൽ തന്നെ ആയിരിക്കും തിരികെ പമ്പയിൽ എത്തുക. അവിടെ നിന്നും പ്രത്യേകം സജ്ജമാക്കിയായിരുന്നു രാവിലെ അങ്ങോട്ടേക്ക് പോയ പിന്നെ റോഡ് മാർഗം ആ വാഹനത്തില്ല, കാർ മാർഗം തിരിച്ച് ഈ പ്രമാണത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഷ്ട്രപതി ഗസ്റ്റ് ഹൗസിലേക്ക് പോയി എന്നാണ് കരുതുന്നത്. കണ്ണൻ, നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. പല സ്ഥലങ്ങളിലും ഒക്കെ സന്ദർശനം നടത്തുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി വ്യക്തമാകുന്നുണ്ട്. അത് കൂടെ പോകുന്ന ആൾക്കാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതിയുടെ ചടങ്ങുകളും സമയമൊക്കെ SPGയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നടക്കുക. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ആ സ്ഥലവും പരിസരമൊക്കെ കണ്ട് മനസ്സിലാക്കുകയാണോ? നേരത്തെ കണ്ണൻദേവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തുകൂടിയൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പരിസരത്ത് കൂടി നടന്നു പോയി നേരെ ഒരു പക്ഷേ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതാണോ, അതോ ആ സ്ഥലമൊക്കെ കണ്ട് പരിചിതമാകുന്ന ഒരു സാഹചര്യമാണോ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, രാഷ്ട്രപതി ഇവിടേക്ക് ദ്രൗപദി മുർമു ആദ്യമായിട്ടാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ ഒരു കാനന ക്ഷേത്രത്തിന്റെ വളരെയേറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ശബരിമല. ഇവിടേക്ക് ഉള്ള ഒരു ആദ്യമായി എത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ, ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ആകാംക്ഷ ഉണ്ടാകും. അത്തരത്തിൽ അത് രാഷ്ട്രപതിക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഓരോ സ്ഥലത്തും മണിമണ്ഡപത്തിലായാലും മറ്റ് ഉപദേവതകളുടെ അടുത്തെത്തുമ്പോഴായാലും മാളികപ്പുറത്തെത്തുമ്പോഴായാലും ഒക്കെ ഇത് ഇന്നതാണ് സംഭവം, എന്താണ് ഇവിടുത്തെ ആചാരങ്ങൾ, എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതൊരാൾക്കും എന്താണ് എന്ന് അറിയാവുന്ന ഒരു കൗതുകം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ വഴികളൊക്കെ കാണിച്ച് ആ വഴിയിൽ കൂടെ തന്നെയാണ് തിരികെ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ മനസ്സിലാക്കി ഈ കാനന ക്ഷേത്രമായതിനാൽ തന്നെ ചുറ്റും വനഭംഗി ആണ്, വനം നിറഞ്ഞ ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് രാഷ്ട്രപതി ഒരു ശബരിമല അയ്യപ്പന്റെ കഥകളൊക്കെ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാകാം. ഈ ശബരിമലയിലേക്ക് വരണം എന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ അക്കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി തന്നെയാകും രാഷ്ട്രപതിയും മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു കൗതുകത്തോടെ ആയിരിക്കാം ഈ ശബരിമല സന്നിധാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും പ്രത്യേകം ആളുകളുണ്ട്. അവർ അത് കൃത്യമായി പറയുകയും ചെയ്യും. നമുക്കറിയാം, ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കം അവിടെയുണ്ട്. അവരൊക്കെ രാഷ്ട്രപതിയുടെ ഈ വരവിനായി ഒരുങ്ങിയിരുന്നു. ദേവസ്വം ബോർഡ് അടക്കം വിപുലമായ സൗകര്യങ്ങളാണ് ഈ സന്നിധാനത്തടക്കം ചെയ്തിരുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോഴും അതിനു മുൻപ് ഇവിടെ ശബരിമല സന്നിധാനത്ത് ചെലവഴിക്കുന്ന സമയം അത്തരത്തിൽ സ്വാമിയെ ശരണം വിളിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് രാഷ്ട്രപതി അവിടെ ഉണ്ടാവുക. ഇന്നെന്തായാലും ഇനിയും അല്പസമയത്തെ വിശ്രമം ഒക്കെ എടുത്തിട്ടായിരിക്കും ഈ നീണ്ട യാത്രയ്ക്ക് ശേഷം 18 കയറി ഇവിടെ എത്തിയ ദ്രൗപദി മുർമു കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷമായിരിക്കും ഇനിയും തിരികെ ഇറങ്ങുക. 3 മണിയോടെ ആകും ഇത്തരത്തിൽ SPG അടക്കം, രാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG അടക്കം നേരത്തെ നൽകിയത് പ്രകാരമാണെങ്കിൽ 3 മണിയോടെ ആയിരിക്കും ഇത്തരത്തിൽ രാഷ്ട്രപതി തിരികെ ഇറങ്ങുക. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ് രാഷ്ട്രപതി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭക്തർക്കടക്കം ഇവിടേക്ക് പ്രവേശനമുണ്ടാകും. രാഷ്ട്രപതി നിലയ്ക്കലും വിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഭക്തർക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടാവുക. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള വ്യക്തി തന്നെയാണ് ഈ രാഷ്ട്രപതി.
അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തടക്കം ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹവും ഇവിടുന്ന് രാവിലെ പ്രമാണത്ത് വന്നിറങ്ങിയ രാഷ്ട്രപതി അവിടെ നിന്ന് തന്നെ റോഡിന്റെ ഇരുവശത്തും ഇത്ര മീറ്ററുകൾ ഇടപെട്ട പോലീസുകാരുടെ ഒരു സുരക്ഷ കാവൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വനമേഖലയിലൂടെയാണ് പിന്നീട് ഉള്ളിലേക്ക് പോകേണ്ടിയിരുന്നത്. അത്തരത്തിൽ വനം വകുപ്പിന്റെ അടക്കം വലിയ രീതിയിലുള്ള വനം വകുപ്പ് അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ സന്നിധാനത്തു നിന്നും തിരികെ ഇറങ്ങുമ്പോഴും അത്തരത്തിൽ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. പമ്പയിൽ നിന്നും നമുക്കറിയാം ഒരു കാടിന് നടുവിലൂടെയാണ് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് പോകേണ്ടത്.